അപ്പോൾ ഇതിൽ ഒരു കാര്യം ഉറപ്പാണ്, ഈ സർക്കാരിൻ്റെ കാലാവധി പൂർത്തീകരിക്കാതിരിക്കാനുള്ള ശ്രമം അത് നടക്കില്ല. 2, ഇനി തെരഞ്ഞെടുപ്പ് നടന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിലും കൂടുതൽ സീറ്റ് നേടി LDF അധികാരത്തിൽ വരും, ഒരു സംശയമില്ല. അതെന്ത് അഹങ്കാരത്തോടുകൂടി പറയല്ല, ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കി പറയുകയാണ്. ഇനി LDF അധികാരത്തിൽ വരും, പക്ഷേ അപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ വെറും ഡയലോഗ് സതീശൻ ഉണ്ടാകില്ല. അതിന് കോൺഗ്രസ് ചെസ്റ്റ് നമ്പർ 3 പുതിയ ആളെ തിരഞ്ഞെടുക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് പൊതു ട്രെൻഡ്. അപ്പോൾ ഈ ട്രെൻഡിൽ നിന്നും ശ്രദ്ധ വഴിതിരിക്കാൻ വേണ്ടി അക്രമം അഴിച്ചുവിടുന്നു. വ്യാജ ID കാർഡ് വിഷയം, അതിനകത്ത് അതിൻ്റെ നേതൃത്വം കൊടുത്തവരെ നടപടിയെടുക്കുന്നതിന് പകരം അവരെ സംരക്ഷിക്കുന്നു. എന്നിട്ട് പറയാണ് മുഖ്യമന്ത്രിക്ക് നാണമുണ്ട് ഈ കസേരയിലിരിക്കാൻ. ഏത് മുഖ്യമന്ത്രി കസേരയിൽ ജനങ്ങൾ 2016 ശേഷം 2021 കൂടുതൽ സീറ്റ് നൽകി നല്ല പിന്തുണ നൽകി അധികാരത്തിലെത്തിച്ച ഒരു മുഖ്യമന്ത്രിക്ക് ഇരിക്കാൻ കസേരയിൽ നാണമുണ്ടോ? യഥാർത്ഥത്തിൽ അദ്ദേഹം കണ്ണാടി നോക്കി പറയേണ്ട കാര്യമാണ്, അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ ഇരിക്കാൻ നാണമുണ്ടോ? ഇങ്ങനെ ജനാധിപത്യ വിരുദ്ധ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നു. അദ്ദേഹം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സമരത്തിൽ പങ്കെടുത്തത്. ഞാൻ ആക്ഷേപിക്കുകയല്ല, മുൻ പ്രതിപക്ഷ നേതാക്കന്മാരൊക്കെ തന്നെ അത്തരം സമരാനുഭവങ്ങളിലൂടെ വന്നാണ്. ഇദ്ദേഹം പാർലമെൻറ്റ് രംഗത്തുണ്ടായി എന്നുള്ള വസ്തുതയാണ്. ഒരു മണ്ഡലത്തിൽ കുറേ കാലം ജയിച്ചു. പക്ഷേ എന്താണ് സമരാനുഭവം? സമരാനുഭവം ഇല്ല. അപ്പോൾ എനിക്ക് സമരാനുഭവം ഉണ്ട് എന്ന് സ്ഥാപിക്കാനും കൂടി ജീവിതത്തിൽ ആദ്യമായി ഒരു സമരത്തിൽ ഇങ്ങനെ പങ്കെടുക്കുന്നു, മൈക്ക് കയ്യിൽ കിട്ടുന്നു, വായി തോന്നിയത് വെറും ഡയലോഗ് സതീശൻ എന്നുള്ള നിലയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നതാണ് കണ്ടത്.